പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ് ഉസ്ബെക്കിസ്ഥാനിൽ ഒരു വിദ്യാർത്ഥിനി ഒരു മുസ്ലിം യുവാവാൽ കൊല്ലപ്പെട്ട ഒരു വാർത്ത നമ്മൾ കണ്ടതല്ലേ. ആ വാർത്ത ഏതാണ്ട് ഒരു 2 ആഴ്ച നമ്മുടെ ഈ മലൻ ടി വിക്കകത്തൊക്കെ കുത്തിയിരുന്ന് ഈ കീടാണുക്കൾ എന്തൊക്കെ വിദ്വേഷങ്ങൾ പറയാവോ അതെല്ലാം പറഞ്ഞങ്ങ് പരുത്തി. മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു ക്രിമിനലിനായിട്ടുള്ള ഒരുത്തൻ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചു കൊന്ന വാർത്ത. ഈ വാർത്ത വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ മറ്റേ ഉറങ്ങിക്കിടന്ന ശ്രീജിത്ത് പണിക്കരും അതുപോലെ വിശകലയും അങ്ങനെ കുറേ വാണങ്ങളെല്ലാം കൂടെ എഴുന്നേറ്റ് വന്ന് സോഷ്യൽ മീഡിയയിലും വന്ന് അങ്ങോട്ട് തള്ളി അങ്ങോട്ട് മറിച്ചു. ഇവിടെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ജാഥയും പ്രകടനങ്ങളൊക്കെ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇവനൊരു പക്കാ തീവ്രവാദിയാണ്, ഇവന് തീവ്രവാദ സംഘടനയായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയുടെ മരണത്തിൽ നമ്മളെല്ലാവരും വളരെ ദുഃഖിച്ചു അല്ലേ. നമ്മൾ ആൾക്കാരും പ്രതിഷേധിക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ അതിനകത്ത് മതം കലർത്തി ഇവിടെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി സംഘപരിവാർ വേട്ടാവളിയന്മാർ കേരളത്തിൽ കിടന്ന് അഴിഞ്ഞാടി. അതിന്റെ പിറ്റേ ദിവസമാണ് ഷഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണവാർത്ത നമ്മളെല്ലാം കേട്ടു. സത്യത്തിൽ ഈ സഹപാഠിയായിട്ടുള്ള ഈ പെൺകുട്ടി മുത്തൂറ്റ് ഫൈനാൻസിൽ എന്തോ ജോലിക്കാരിയെ കണ്ടാണ് കൂടെ വർക്ക് ചെയ്യുന്ന അരുൺ എന്ന് പറയുന്ന ഒരു ഒന്നാന്തര കറ തീർന്ന സംഘി. ഈ പെൺകുട്ടി മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഈ വീട്ടിൽ വന്ന് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നതും അതിന്റെ ദൃശ്യങ്ങളും എല്ലാം നമ്മൾ സമൂഹ മാധ്യമങ്ങളൊക്കെ കണ്ടു. ഈ മരിച്ച പെൺകുട്ടി മുസ്ലിമും കൊലപ്പെടുത്തിയത് ഒരു സംഖ്യ ആയതുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരോ മുസ്ലിം സംഘടനകളോ തെരുവിലിറങ്ങി ജാഥ നടത്തുന്ന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഒരാളും ജാഥയും നടത്തിയിട്ടില്ല. അതിനെതിരെ ആരും രംഗത്ത് വരികയും ചെയ്തില്ല. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. മനോരമയിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഷബാനയുമായി കഴിഞ്ഞ 6 വർഷമായി പിടിയിലായ ശരത്ത് അടുപ്പത്തിലായിരുന്നു. യുവതിക്ക് മറ്റൊരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു. ശരത്ത് എന്ന് പറയുന്ന ഇവൻ വീട്ടിൽ കയറി ഈ ഷഹാനയെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ ഈ ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ച് വന്ന ഈ വേട്ടാവളിയനുണ്ടല്ലോ, ഈ ബുദ്ധിജീവി സംഘികളുടെ ബുദ്ധിജീവിയായിട്ടുള്ള ഈ ശ്രീജിത്ത് കോണായി എന്ന് പറഞ്ഞ ഒരുത്തൻ, അവൻ അന്ന് ഇട്ടിരുന്ന ഒരു പോസ്റ്റ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളിയായ സാവരിയ വസന്തിന് സംഭവിച്ചത് എന്ത്? മതപരിവർത്തനം, അങ്ങനെ പിന്നെ തീവ്രവാദം, മറ്റേത് മറിച്ചത്, സാധാരണ പറയാറുള്ള സംഭവങ്ങളൊക്കെയാണ് ലവൻ ഇങ്ങനെ ഉണ്ടെന്നുകൊണ്ട് അഴിച്ചു വിട്ടത്. എന്തായാലും ഇതിന് കൃത്യമായിട്ട് നമ്മുടെ അൻസാരി സൂര്യോസ്താവ് ഒരു മറുപടി കൊടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേൾക്കും. ശ്രീജിത്ത് പണിക്കരെ, കേരള സ്റ്റോറി ഫ്രം ഉസ്ബെക്കിസ്ഥാൻ. ഇപ്പൊ കറക്റ്റായി. യുവതിയെ വീട്ടിൽ കയറി വെട്ടി ഗുരുതര പരിക്ക്, ആൺ സുഹൃത്ത് പിടിയിൽ. നമ്മുടെ കേരളത്തിൽ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഒരു കേരള സ്റ്റോറിയാണ്. പണിക്കർ സാർ ഉറങ്ങുമായിരിക്കും അല്ലേ? ഉണർന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കണേ. ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് ഒരു 2 വാക്ക് പറയണം. എൻ്റെ നാട്ടിലാണ് ആലപ്പുഴ താമരക്കുളം പറയൻകുളത്ത് യുവതി ആൺ സുഹൃത്ത് വീട്ടിൽ കയറി വെട്ടി 30-കാരിയായ ഷബാന ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമിച്ചതാകട്ടെ ഹരിപ്പാട് മുതുകുളം സ്വദേശി ശരത് കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷബാനനെ വെട്ടി പരിക്കേൽപ്പിച്ചത് ശരത്താണെന്ന്. ഉസ്ബെക്കിസ്ഥാൻ പണിക്കരെ, ശരത്താണെന്ന്. ശരത്തായതുകൊണ്ടല്ല, ഷബാനയുമായി കഴിഞ്ഞ 6 വർഷമായി പിടിയിലായ ശരത്ത് അടുപ്പത്തിലായിരുന്നു. ഇനി ഒറ്റ ചോദ്യമുള്ളൂ, ഇത് അവിഹിതമാണ് അതല്ല കേരള സ്റ്റോറിയാണ്? നിങ്ങൾ സാധാരണ പറയുള്ള ലവ് ജിഹാദ് ആണ്. ഇപ്പൊ ഞങ്ങളാകുമ്പോഴാണ് ലവ് ജിഹാദ്, ഇത് ലവ് കുരുക്ഷേത്രം. എന്താ സംഗതി? എന്താണ് പണിക്കരെ? നിങ്ങളെയൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ ഇത് നാണം കെട്ട ജന്മങ്ങളായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ജനൻ ടി വി ആണെങ്കിലും നിങ്ങളൊക്കെ പറയുന്നത് ഈ നാട്ടിലെ ഒന്നിനും കൊള്ളാത്ത കുറച്ച് മനുഷ്യർ മാത്രം ഉൾക്കൊള്ളുന്നു. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളൊക്കെ മനുഷ്യരൂപം മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒരു മാനവിക മൂല്യങ്ങൾ നിങ്ങളിൽ ഇല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇപ്പൊ നോക്കൂ, ഈ മാസം 2ാമത്തെ കേസാണ്. ഇതിനു മുമ്പ് ഒരു ഷഹാന, പ്രതിയാര അരുണാണ്. വാർത്തയിൽ വന്നത് മതം മാറാൻ വരെ നിർബന്ധിച്ചു എന്നാ. ഞങ്ങൾ ആരെങ്കിലും അത് ഏറ്റുപിടിച്ചോ? കേരളത്തിൽ അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യർ അങ്ങനെ പല അവിഹിതം, സ്വന്തം ഭർത്താവ് ഉണ്ടാകുമ്പോൾ തന്നെ വേറെ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവരുണ്ട്. അവിടെ കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ പ്രതിഭാഗത്ത് മുസ്ലിം നാമധാരിയാണെങ്കിൽ അവനും മതവുമായി എന്ത് ബന്ധം? മതവുമായി ബന്ധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാതിരിക്കലാണ്. പക്ഷെ അവന്റെ പേര് വല്ല റസാക്ക അബ്ദുറഹ്മാനായി കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ പറഞ്ഞില്ലേ ലവ് ജിഹാദാണ്, എങ്കിൽ ഇതിൽ പറയൂ, എങ്കിൽ ഇതിലും പറയൂ. ശരത്തും അരുണും അവരെ പേര് വെച്ചിട്ട് എന്തുകൊണ്ട് അവിടെ മതം പറയുന്നില്ല? അത് പറയാതിരിക്കലാണ് ഞങ്ങളുടെ പക്വത ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ മറ്റേ സാധനമാണ്, അത് കയറി അടിഞ്ഞിരിക്കുകയാണ്. അതിന് സ്വതന്ത്രമായി ഒന്ന് ചിന്തിക്കാൻ പടി. ഇവിടെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദോ കുരുക്ഷേത്രയോ ലവ് ജിഹാദോ ലവ് കുരുക്ഷേത്രമോ ഒന്നുമല്ല. മനുഷ്യരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരും
അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അവൻ അഡ്രസ്സ് ചെയ്യുകയും അതിൽ നിന്ന് എങ്ങനെ മോചനം നേടാമെന്ന് മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിച്ച് ഏതെങ്കിലും ഒരുത്തർ ഇറങ്ങിപ്പോയി. ആ ഇറങ്ങിപ്പോയത് ഒരു മുസ്ലിം നാമതരോട് കൂടെ ആണെങ്കിൽ പിന്നെ ഈ ലോകത്തുള്ള മുഴുവൻ മുസൽമാന്മാരും സമാധാനം പറയണം. അങ്ങനെയാണെങ്കിൽ ഇതേ ശരത്തിന്റെയും അരുണിന്റെയും വിഷയത്തിൽ ഷബാനയും ഷഹാനയുമാണ് ഈ നാട്ടിലെ ഹിന്ദു സഹോദരങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുഴുവൻ മോശം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഞങ്ങൾ മതഭ്രാന്തന്മാരല്ല. യഥാർത്ഥത്തിൽ നീയൊക്കെ അല്ലേ മതഭ്രാന്തന്മാർ? രണ്ടാളുകൾ തമ്മിൽ പ്രണയിക്കുന്നു, ഇന്നലെ തുടങ്ങിയ സംഭവമാണോ? ആയിരക്കണക്കിന് ഇത്തരം സംഭവങ്ങളില്ലേ നമ്മുടെ നാട്ടിൽ? വെട്ടുമ്പോഴും കൊല്ലുമ്പോഴും ഒക്കെയാണ് നാട്ടുകാരറിയുന്നത്, പത്രത്തിൽ വരുന്നത്, വാർത്തയാകുന്നത്. ഇത് വാർത്തയാകാത്ത ആയിരക്കണക്കിന് കേസുകൾ, നമ്മൾ അറിയാത്ത രഹസ്യ ബന്ധങ്ങൾ, ആയിരക്കണക്കിന് സംഭവങ്ങളുണ്ട് നമ്മൾ അറിയാത്തത്. ഇതിപ്പോ ഒരു ശരത്തും ഒരു ഷഹാനയും വരി. എന്നാൽ നേരെ തിരിച്ചുകൊണ്ട് റസാഖും അതുപോലെ തന്നെ അരുണിമയും, ഇതൊക്കെ ഈ നാട്ടിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? ശ്രീജിത്ത് പണിക്കർ നിങ്ങൾ എന്ത് ചെയ്യണം? പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആകുമ്പം കേരള സ്റ്റോറി ഫ്രം ഉസ്ബെക്കിസ്ഥാനുമായിട്ട് ഇറങ്ങി വരുന്ന ആ നീച സ്വഭാവം ഉണ്ടല്ലോ പണിക്കരെ. വിദ്യാഭ്യാസം, ആ പേരിനൊപ്പം ബിരുദ കൂമ്പാരങ്ങളുടെ ലിസ്റ്റ്, ഇതൊക്കെ വെറും അലങ്കാരം മാത്രമാണ്. വെറും അലങ്കാരം മാത്രം. അതിനെന്തെങ്കിലും ഒരു മൂല്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ പക്വതയോടുകൂടി ഒരു വിഷയത്തെ നിരീക്ഷിച്ചേനെ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഇതിനൊന്നും മറുപടി പറയണം. ഇത് സംഭവം എന്താ സാധനം എന്ന് അറിയാൻ വേണ്ടിയാണ്. ലവ് ജിഹാദാണ്, ലവ് കുരുക്ഷേത്രയാണ്, എന്തിനത് കൂട്ടേണ്ടത്? ഇത് അഭിഹിതം മാത്രമാണ്. ഇത് രണ്ടാളുടെ അഭിഹിതം അല്ലേ? ചീച്ചേ, നന്നായിട്ട് ചീച്ചേ, ഇത് കാണണ്ടേ? ഈ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ വെട്ടി പരിക്കേൽപ്പിച്ചത് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള പയ്യനായിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ മലൻ ടിവിയും ഈ പറയുന്ന പണിക്കരും കൊണിക്കരും മറ്റവനും മറിച്ചവനും മുലത്തിയവനും എല്ലാം കൂടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് തള്ളിമറിക്കും. ഈ ചാനലിനകത്തൊക്കെ വന്നിരുന്നുണ്ട് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കും. ഞങ്ങൾ ഇത് തന്നെയല്ലേ ഇത്രയും നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ജിഹാദിന്റെ കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിരുന്നുണ്ട് മെഴുകി മറിയുന്ന ഈ വേട്ടാവളിയന്മാരുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ. ഒരിക്കലും ഇത് ഹൈന്ദവ സമൂഹത്തെയോ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളെയോ ഒന്നും ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. ഈ സ്നേഹിച്ചിറങ്ങി പോകുന്നത് അത് അവനവന്റെ വിധിയെന്ന് കരുതി സമാധാനിക്കാന്നല്ലാതെ ഇതിനകത്ത് മറ്റൊരു തലത്തിലേക്ക് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവിടെ വേറൊരു രീതിയിലേക്ക് വോട്ട് പിടിക്കുന്ന തന്ത്രവും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് വിവാഹിത ഉണ്ടാക്കുന്ന പരിപാടി നമുക്കില്ല. അവനവും ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലം അനുഭവിക്കേണ്ടത് അവരവർ തന്നെയാണ്. ഒരു വിഭാഗത്തിന്റെ മാത്രമാകുമ്പോൾ ഉണർന്ന് എഴുന്നേറ്റ് വരുന്ന ഈ സംഘി വേട്ടാവളിയന്മാരോടുള്ള ഒരു ചോദ്യമായിട്ട് മാത്രം നിങ്ങളിത് കണ്ടാൽ മതി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനുള്ള കമന്റുകൾ അറിയിക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതൊരിക്കൽ എല്ലാവർക്കും ബൈ.